ready, ready. Smile, smile, smile. Ready. നമ്മളെ നാട്ടിലില്ലേ നമ്മളെ പറ്റി പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടാൽ നമ്മൾ വിറച്ചു പോകും. വൻ അപരാധങ്ങളാണ് നമ്മളെ പറ്റി പടച്ചു വിടുന്നത്. അനുമോളുടെ ഈ ഫാമിലി ഫോട്ടോയില് അച്ഛൻ കയറി ഇങ്ങനെ നടുക്ക് കാലം വെച്ചിരിക്കുന്നത് കണ്ടിട്ട് എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നു. ഞങ്ങളുടെ കുടുംബക്കാർക്ക് നിനക്കെന്നാ പ്രശ്നം? അച്ഛൻ കയറി ഇങ്ങനെ നടുക്ക് കാലം വെച്ചിരിക്കുന്നത് കണ്ടിട്ട് എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നു. നിനക്കെന്താ തൂറാൻ മുട്ടണാടാ അനുമോളുടെ അച്ഛൻ കാലിന് മീതെ കാലിട്ടോണ്ട് എന്തുവാടാ നീ ഏതാടാ? ഒരു പിതൃമേധാവിത്വത്തിന്റെ അടയാളമായിട്ടല്ലേ കാണിക്കുന്നത്. ഇയാൾക്ക് എന്താണ് വയ്യേ? അവൻ പൊട്ടന് വെളിവില്ലാതെ ഓരോന്ന് പറഞ്ഞതാ. ശരിക്കും പറഞ്ഞാല് ഇതിന്റെയൊക്കെ ഒരു ആവശ്യമുണ്ട്. നിനക്കിപ്പോ പ്രശ്നം എന്താണ്? അനുമോളുടെ അച്ഛൻ ചിലപ്പോ കാലെടുത്ത് തലയിൽ വെക്കും, കഴുത്തിൽ വെക്കും, ചിലപ്പോ എടുത്ത് തോളത്തും വെക്കും. നിനക്കെന്താ? എന്ത് കാര്യത്തിനാണ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. പിന്നെ അനുമോളെ പോലുള്ളവർക്കൊന്നും അറിയത്തില്ലല്ലോ പാട്രിയാർക്കി എന്താണ്, അത് സമൂഹത്തിന് കേടാണെന്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അനുമോൾക്ക് അറിയത്തില്ല. അല്ല അത് നമുക്കറിയാം. ഇനി ആരും സൂത്രം കാണിച്ചാ അയ്യോ, ഒരാളുടെ തന്തയ്ക്കാണ് എന്റെ ഒരു ആശ്വാസം. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. അനുമോൾക്ക് കുറച്ച് കരഞ്ഞു മെഴുകി എങ്ങനെയും കുറച്ച് ഫെയിം ഉണ്ടാക്കുക, കുറച്ച് പൈസ ഉണ്ടാക്കുക എന്നൊക്കെയുള്ള കാര്യമാണ് ഇപ്പം. കൂൾ ഡൗൺ KRP, കൂൾ ഡൗൺ. നമുക്ക് പിന്നെ നിയമപരമായി തന്നെ ഒതുക്കാം. തന്റെ കാര്യം ഞാൻ ഏറ്റു. അനുമോൾ അതിനെ ഫോളോ അപ്പ് ചെയ്ത് തന്നെ ഇരിക്കുകയായിരുന്നു. അപ്പൊ രാവിലെ ആയപ്പോഴത്തേനും മെസ്സേജ് അയക്കുന്നു. റിപ്ലൈ കൊടുത്ത ഏകദേശം ഒരു 3/4 മണിക്കൂറിന് ശേഷം എന്റെ അക്കൗണ്ട് ഹാക്കായി. അപ്പൊ പക്ഷേ ഇതിൽ നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി. ഇനി ഞാൻ വിനായകനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. എനിക്ക് എന്തിന്റെ കേടായിരുന്നു? ഇനി ഇറങ്ങാം. പിന്നെന്താ?